ദയവായി ശ്രദ്ധിക്കുക. പള്ളിയുടെ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ദയവായി എത്രയും വേഗം പള്ളിക്കുള്ളിൽ പ്രവേശിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സമയം വളരെ ലേറ്റായിട്ടാണ് ആരംഭിക്കുന്നത്. ഇനി സമയം കളയാതിരിക്കുവാൻ ദയവായി എല്ലാവരും എത്രയും വേഗം പള്ളിക്ക് ഉള്ളിൽ പ്രവേശിക്കുക. പള്ളിയുടെ വടക്കേ വാതിൽ വഴിയാണ് നമ്മൾ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുന്നത്. കയറി വരുന്ന എല്ലാവരും ദയവായി അവിടെ നിങ്ങളുടെ പേരുകൾ എഴുതി വയ്ക്കണം. അവിടെ വെച്ചിരിക്കുന്ന സാനിറ്റൈസർ നിങ്ങൾ ഉപയോഗിച്ച് വേണം പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ കയറി നിങ്ങൾ സാമൂഹ്യ അകലം പാലിച്ച് ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബെഞ്ചിൽ അതിൻ്റെ 2 അറ്റങ്ങളിലായി 2 പേരാണ് ഇരിക്കേണ്ടത്. 2 പേർ മാത്രമേ ഒരു ബെഞ്ചിൽ ഇരിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. വടക്കേ വാതിൽ വഴിയാണ് നമ്മൾ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചത്. തിരുക്കർമ്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറേ വാതിൽ വഴിയായിരിക്കും ഇറങ്ങുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹ്യ അകലം പാലിച്ച് തന്നെ നിങ്ങൾ ഇരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. 90 പേര് കൂടുതൽ ദയവായി പള്ളിക്കുള്ളിൽ പ്രവേശിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വരാനായി സ്ഥലങ്ങളിൽ ഇരിക്കുകയോ നിങ്ങൾക്ക് നിൽക്കുകയോ ചെയ്യാവുന്ന ദയവായി അത് ശ്രദ്ധിക്കുക. ഉത്തരവാദിത്തപ്പെട്ടവർ ആ നമ്പർ പരിമിതപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷകരമായ അനുഗ്രഹകരമായ ഒരു ഉദാശയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ട 2 മക്കൾ ലിജോയും റോസ്മിനും അവരുടെ ആത്മീയമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിവാഹമെന്ന ഉദാശയിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുകൊണ്ടും അവരുടെ അനുഗ്രഹകരമായ ദാമ്പത്യ ജീവിതം പ്രാർത്ഥനാപൂർവ്വം ആരംഭിക്കേണ്ടത് കൊണ്ടുമാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളാരും സാക്ഷികളല്ല, ഈ വിവാഹത്തിന് ആരെയും സാക്ഷികളായി വിളിച്ചിട്ടില്ല. എല്ലാവരെയും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് 2 കൂട്ടരും വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ പള്ളിയിൽ നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ക്യാമറകൾ ഉപയോഗിക്കുന്നവർ ദയവായി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സമാധാനമായിട്ട് നിൽക്കുക. ഓടി നടന്ന് വിവാഹ ഉദാശയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കൾ ലിജോയും റോസ്മിനും അവരെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രത്യേകമായി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. തമ്മിലാണ് വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭ്യമാകട്ടെ. വളരെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഉദാശയിൽ നിന്ന് കിട്ടുന്ന കൃപാവരങ്ങൾ വരപ്രസാദം ലഭിച്ച് സ്വീകരിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ ഇടയാകുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 2 സാക്ഷികളോട് മുമ്പോട്ട് വന്നിരിക്കുക. ലിജോയുടെ ഭാഗത്തു നിന്നും റോസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള 2 സാക്ഷികൾ, ഓരോ സാക്ഷികൾ മുമ്പോട്ട് വരിക. ലിജോയുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷി ലിജോയുടെ അടുത്ത് നിൽക്കുക. റോസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷി റോസ്മിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക. ആരാണ് സാക്ഷി? നിങ്ങളവിടെ ഒരു ചെറിയ വഴിയാണ് തട്ടി മുറിച്ച് ആളുകൾ നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് എന്നോടൊപ്പം ഈ വിവാഹ ഉദാശയിൽ സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശിരോച്ചനും അതുപോലെ തന്നെ സാവിയോ അച്ഛനും എൻ്റെ കൊച്ചച്ഛനുമാണ്. എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു, അവരെ സ്വാഗതം ചെയ്യുന്നു. ശിരോച്ചൻ നേരത്തെ ഈ പള്ളിക്കൽ കുടുംബത്തിൻ്റെ നേരത്തെ ആയിരുന്ന സ്ഥലത്തെ വികാരിയച്ഛനാണ്. ബഹുമാനപ്പെട്ട സാവിയോ അച്ഛൻ ഇവിടെ റോസ്മിൻ്റെ കുടുംബാംഗം കൂടിയാണ്. 2 ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും കൊച്ചച്ഛനെയും നിങ്ങളെല്ലാവരും വേറെ സന്തോഷത്തോടുകൂടി സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്കും ഇന്നത്തെ തിരുക്കർമ്മത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നിൽക്കാം. ക്ഷീണവും ഒക്കെ നമുക്കുണ്ടാവും. എങ്കിലും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. പള്ളിക്കുള്ളിൽ വളരെ ശാന്തമായി നിങ്ങൾ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ വന്നവനും പരിപാലിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇപ്പോഴേ പ്രിയപ്പെട്ട മക്കൾ അവരുടെ സമ്മതം അറിയിക്കുന്ന സമയമാണ്. കർത്താവിൽ നമ്മുടെ പ്രിയ മകനായ ലിജോ ജോൺ പീറ്റർ ഈ നിൽക്കുന്ന മാനില ഹോളി ഫാമിലി ഇടവകയിൽ കൊല്ലറേട്ട് വർഗീസിൻ്റെയും ഫിലോമിനയുടെയും മകൾ അന്ന എന്ന റോസിൻ്റെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ പ്രിയ മകളായ അന്ന ഈ നിൽക്കുന്ന സെൻറ് ജോൺസ് കത്തീഡ്രൽ ഇടവക പള്ളിക്കൽ യോഹന്നാൻ പി ജിയുടെയും ലീലാമ്മയുടെയും മകൻ ലിജോ ജോൺ പീറ്ററിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളുടെ ആത്മാക്കളെ നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഇവിടോളം പൂർണ്ണനും ഇവിടമായിട്ട് ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോട് വാദവിധത്തിനെ പ്രസാദിപ്പിച്ചിട്ടുള്ള സദൃശ്യത്തിനോട് കൂടി അക്ഷയവാക്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ ഗണങ്ങളിലും സംഘങ്ങളിലും നിന്റെ വാത്സല്യവാചനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കൂടി സമയത്ത് നീക്കി വർപ്പിക്കുമാറാകണമേ. ഓർമ്മല്ലോ മൺവാസികളെ ആമോദിപ്പിച്ചോ. ഭക്തകരുണ കരുണാതെ മശീഹ സന്തോഷം. പരിപാവന
പരിരക്ഷിപ്പിച്ചതിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതായിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയൈക്യം നൽകണമേ. ഓശോ സകലവിധ കളങ്കങ്ങളിൽ നിന്നോളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളൻ സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹം നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും വിശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹമെന്ന് സകല വിജാതികളെയും സുജാതികളെയും പ്രവാചകന്മാരെയും ശ്രീന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സദാസദാപാദങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനു പരിസ്ഥനും അതീതനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളെ വിദൂരസ്ഥനും ആകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൗനവും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടോ ആത്മാവെന്നോ അവൾക്ക് നീ വിവാഹം നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം
നൽകുന്ന നിന്റെ തിരുശരീരവും നിരത്തും അവൾക്ക് നീ മോതിരമായി വെളിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിക്കുകയും ചെയ്തു. ദൈവികനാമത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ ശ്രീയന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനാങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഇവരുടെ ബന്ധത്തെ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവിക ശിശുക്കളായ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണനായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുവമ്പാകുന്ന നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുലസ്മാ പരിപാലന സഭയിൽ മരണം ചെയ്തു. ശിവോയോ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേരും. സുവിശേഷം നിന്റെ ഈ ദാസർ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാനും ഇവരെ സിദ്ധരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും ശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിയായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു.
നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ വലത്തുകൈയിൽ കരുണാപൂർവ്വം നിങ്കലേക്ക് നീട്ടട്ടെ. നിന്നെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴുക നൽകുന്നതുമായ വലത്തുകൈ നിന്നോട് കൂടെയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അദൃശ്യമായി നിന്നിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ത്രീഹന്മാരിൽ നിന്ന് പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും നമ്മുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ വിശുദ്ധൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാകട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്നും നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലിപുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയിൽ തങ്ങളുടെ മനസ്സാക്ഷി നയിപ്പാനിടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാതെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠനാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റെബെക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്നെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടി അക്ഷയമായ ലോകഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് മുതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന സൂര്യാദിക്കുള്ള ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ നിൽക്കുന്ന ബലഹീനനും പാപികളുമാകുന്ന ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നീ നൽകണമേ. സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്ത്രീമായ മണവാട്ടി കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. Yeah.
പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനീയെന്നും അവൻ്റെ സൈന്യങ്ങളും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിനായിട്ടും നിഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര ആരാധനാക്രമത്തിൽ വിവാഹ ഉദാശിക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ശുശ്രൂഷയായ മോതിരം പാടുന്നതിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഈ തിരുക്കർമ്മത്തിൻ്റെ ആദ്യഭാഗത്തിൽ പ്രിയപ്പെട്ട മക്കൾ അവർ ഒന്നാകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ സമൂഹത്തെ, സഭയെ സാക്ഷി നിർത്തി അവരുടെ സമ്മതം അറിയിച്ചു, അവരുടെ മനസ്സമ്മതം അവരെ അറിയിച്ചു. ഹൃദയം കൊണ്ട് അവരത് ഏറ്റുപറഞ്ഞു. അതിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് സഭയുടെ നാമത്തിൽ വിവാഹ മോതിരം ആശീർവദിച്ച് വൈദികൻ തന്നെ അവരെ അണിയിച്ചത്. രണ്ടാമത്തെ മർമ്മപ്രധാനമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ. ഈ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലാണ് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നൽവര ശുശ്രൂഷ എന്നറിയപ്പെടുന്ന അതിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരവും ഈ അനുഗ്രഹകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള എല്ലാ നന്മകളും ലഭിക്കുന്നു. നൽവരങ്ങളിൽ ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കിരീടവുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. കിരീടം നമുക്കറിയാം, രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെയാണ് കിരീടം. അത് അവരുടെ അധികാരത്തിൻ്റെ, അവരുടെ അവകാശത്തിൻ്റെ, അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് കിരീടം അവർ ധരിക്കുക. ഇന്ന് പ്രിയപ്പെട്ട ലിജോയും റോസ്മിനും ഈ കിരീടം അവർ സ്വീകരിക്കുന്നത് എന്താണ്? കുടുംബമാകുന്ന സാമ്രാജ്യത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി അവരെ സഭ അഭിഷേകം ചെയ്ത് ആ കുടുംബത്തിൻ്റെ എല്ലാവിധമായ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റവും അനുഗ്രഹകരമായി നിർവഹിക്കുന്നതിന് വേണ്ട എല്ലാ നൽവരങ്ങളും അവർക്ക് ലഭിക്കുന്ന ശുശ്രൂഷയാണ് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ. അതോടൊപ്പം തന്നെ ദൈവത്തെയും ദൈവം ചെയ്ത അനുഗ്രഹകരമായ പ്രവൃത്തികളെയും ദൈവം സ്ഥാപിച്ച കുടുംബത്തെയും ആ കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി ജീവിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും നമ്മൾ അനുസ്മരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് പറയാറുണ്ട്, മാരേജ് ഈസ് എ മൊമെൻ്റ് ഓഫ് അനാംനേസിസ്. വിശുദ്ധ കുർബാനയിൽ അനാംനേസിസ് ഉണ്ട്, വിവാഹത്തിലുമുണ്ട്. ആ വിവാഹത്തിലെ അനാംനേസിസ് എന്താണ്? ദൈവത്തെ നമ്മൾ ഓർക്കുന്നു, ദൈവം ചെയ്ത അനുഗ്രഹകരമായ മഹനീയമായ കൃത്യങ്ങളെ നമ്മൾ ഓർക്കുന്നു, ദൈവം സ്ഥാപിച്ച കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം തന്നെ ഈ ഉത്തരവാദിത്വം ഫലമേൽപ്പിച്ച് പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച ആ അനുഗ്രഹകരമായ നിമിഷങ്ങൾ നമ്മൾ ഓർക്കുന്നു. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും യോസേഫിനെയും ഒക്കെ അനുഗ്രഹിച്ച് അവരോടൊപ്പം അവരുടെ ഭാര്യമാരെ ദമ്പതിമാരെ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ച ആ കുടുംബജീവിതത്തെയും നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് ഈ ഒരു പുതിയ കുടുംബം സ്ഥാപിതമാകുമ്പോൾ ഇതുവരെ ലിജോയുടെയും റോസ്മിൻ്റെയും മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ച് അതേ വാഴ്വ് തന്നെ ഇന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് പുതിയ കുടുംബം സ്ഥാപിക്കപ്പെടുമ്പോൾ ലഭിക്കുകയാണ്. നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് അതിനുള്ള എല്ലാ കൃപാവരങ്ങളും എല്ലാവിധമായ നൽവരങ്ങളും ലഭിക്കുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ ആദ്യഭാഗത്തെ കീർത്തനത്തിൻ്റെ മറുപടിയായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, ഈ ദാസനെ ദേവ വാഴ്ത്തട്ടെ, ദേവ കൃപ ചെയ്തിരിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിനും മനസ്സുരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ട ദൈവത്തോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിൽ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ
പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇവ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്നു നിനക്ക്. നിന്റെ ദാസരുടെ കിരീടം വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആശ്വാസം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പരസ്പരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ വഹിച്ചുകിതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്യമായ നിന്റെ കരുണയുടെയും നിസ്സീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടവൻ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകും. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ചും ഇവിടെ സന്നിഹിതരാ നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുമാനിവരെ നീ സഹായിക്കണം. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായിരിക്കാനിടയാകണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി അകന്ന് നിന്റെ പരിശുദ്ധി സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
മനുഷ്യസ്നേഹി നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവ്വം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത് കൈ ഇവരെല്ലാം ആസ്വദിക്കണമേ. ആധ്യാത്മികമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്ത വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിരുദ്ധന് ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ശ്ലീഹായുടെ ഉടയവനസ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിൽ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെയും അവന്റെ സഭയെ കുറിച്ചുമാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാർക്കുന്നു. നിൻ ശക്തിയിലരച്ച് മോദിക്കും നിന്റെ ശൈലവനേറ്റം ഘോഷിക്കും. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടാകട്ടെ. വർണ്ണവനും വരുവാനിരിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Men som dagar i historia, håll in there.
ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അറിയിച്ചതുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. എല്ലാവർക്കും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ അല്പസമയിരിക്കാം. ഇപ്പോൾ വധുവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട റോസ്മിൻ്റെ കുടുംബാംഗം കൂടിയായ ബഹുമാനപ്പെട്ട സാവിയോ അച്ഛൻ സംസാരിക്കും. സ്നേഹം നിറഞ്ഞ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ലിജോ, റോസ്മിൻ, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോ മിശിഹ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യർക്ക് നൽകിയ കൽപ്പനകളിൽ, ഉപദേശങ്ങളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഈശോയുടെ ആഹ്വാനം, കൽപ്പന. ഈശോയുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ചിപ്പിയോടും ലിജോയോടും എനിക്കും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈശോ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ആകയാൽ ഇനി മുതൽ ഇവർ രണ്ടല്ല, ഒന്നാണ്. ഒന്നാണെങ്കിൽ ഒരുമയിൽ തുടങ്ങണം, ഐക്യത്തിൽ തുടങ്ങണം. ഒരേ തീരുമാനവും ഒരേ ഇഷ്ടവും ഒരേ വിചാരവും ഒരേ വീക്ഷണവും ഉണ്ടാകണം. ഇന്നു മുതൽ ചിപ്പിയുടെ ഇഷ്ടങ്ങൾ ലിജോയുടെയും ഇഷ്ടങ്ങളായിട്ട് മാറുകയാണ്. ലിജോയുടെ ഇഷ്ടങ്ങൾ ചിപ്പിയുടെയും ഇഷ്ടങ്ങളായിട്ട് മാറുകയാണ്. രണ്ടുപേരും മത്സരിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഇഷ്ടം നിറവേറ്റാനായിട്ട്, അതിൻ്റെ പൂർത്തീകരണത്തിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കുടുംബം ജീവിക്കുന്നു. ചിപ്പിയുടെ ഇഷ്ടങ്ങൾ മാത്രമല്ല, ചിപ്പിയുടെ പ്രിയപ്പെട്ടവരാരൊക്കെ ഉണ്ടോ അവളുടെ കുടുംബം, അവളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരെയെല്ലാം ചിപ്പി സ്നേഹിക്കുന്നത് പോലെ ലിജോ സ്നേഹിക്കുമ്പോഴാണ് കുടുംബം കൂടുതൽ ദൃഢമാകുന്നത്. അതുപോലെ തന്നെ ലിജോയുടെ പ്രിയപ്പെട്ടവരും മാതാപിതാക്കളെല്ലാം എപ്രകാരം ലിജോ സ്നേഹിക്കുന്നുവോ അതുപോലെ ചിപ്പി സ്നേഹിക്കുമ്പോഴാണ് കുടുംബം ദൃഢമാകുന്നത്. തീർന്നിട്ടില്ല. മാതാപിതാക്കളുടെ സ്നേഹം കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. എപ്രകാരം എൻ്റെ പപ്പ എൻ്റെ വല്യപ്പച്ചനെ വല്യമ്മച്ചിയെ സ്നേഹിക്കുന്നുവോ അപ്രകാരമായിരിക്കും മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്രകാരം ചിന്തിക്കുമ്പോൾ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഒരു പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, മാതൃക കാണിക്കേണ്ടത് ഇന്ന് കുടുംബജീവിതം നയിക്കാൻ തുടങ്ങുന്ന ചിപ്പിയും ലിജോയുമാണ്. ഒരു കുഞ്ഞിൻ്റെ ജന്മം ആരംഭിക്കുന്നത് ഉദരത്തിലാണെങ്കിലും അതാദ്യം ഉരുവാകേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഉരുവായ ശേഷം ഉദരത്തിൽ വരുന്ന കുഞ്ഞിന് എല്ലാ നന്മകളും എല്ലാ പുണ്യങ്ങളും എല്ലാ ക്രിസ്തീയ ജീവിത മൂല്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് ഹൃദയത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം
മൂല്യങ്ങളടങ്ങിയ എല്ലാ നന്മകളും അടങ്ങിയ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പിറക്കുകയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ചിപ്പിക്കും ലിജോയ്ക്കും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നുള്ള വചനം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഒരുപക്ഷെ വഴിവക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത്താണി എന്ന് പറയുന്ന ഒരു കൂട്ടം ഒരു മരത്തടി കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് കാണാനില്ല. എന്തായിരുന്നു എന്താണ്? ചുമടേറ്റി വരുന്നവർക്ക് 5 അടി പൊക്കത്തിൽ, ഒരുപക്ഷെ അതിലും അല്പം കുറവുണ്ട്, 2 മരത്തടികൾ അതിൻ്റെ മുകളിൽ ഒരു മരത്തടി വെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ സഹായമില്ലാതെ തനിയെ തൻ്റെ ചുമട് ഇറക്കി വെച്ച് വീണ്ടും എടുത്തുകൊണ്ട് പോകുവാനുള്ള ഒരു മരത്തിൻ്റെ പ്രതലം, അതാണ് അത്താണി. ഇന്നു മുതൽ നിങ്ങളിൽ ഒരാൾ മറ്റൊരാൾക്ക് അത്താണിയായി മാറുകയാണ്. പരസ്പരം ഭാരങ്ങൾ ഇറക്കി വഹിക്കാനും തിരിച്ചെടുക്കുവാനും. ഓർക്കുക, അതൊരിക്കലും ഇന്ന് മുതൽ മരണം വരെ എന്നുണ്ടെങ്കിൽ മരണം വരെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനും പരസ്പരമുള്ള ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പരം ഒരേ വീക്ഷണത്തിൽ ചിന്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും. ഒപ്പം ഇവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം തമ്പുരാന്റെ സന്നദ്ധിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുക്കിവിട്ടതിന്, നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ഇവരെ ഒരുക്കിവിട്ടതിന് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Shiva
അനുശ്രിതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീവായുടെ ചിഹ്നം ആശീർവദിച്ച് ശുദ്ധീകരിക്കപ്പെടുന്നു.
മിശിഹായുടെ സമയം സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിപ്പാനിടയാകട്ടെ. കരുണയുള്ളതിന്റെ വലത് കൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ചു സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെയായിരുന്ന ആകർക്കൊരുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സമൂഹയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബ് യോസേഫും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസകലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുക. സീനായ മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. Somebody
നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് ശിഷ്യയുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്രീബായുടെയും വിശുദ്ധ എവങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതകൾ അറിയാത്തവൻ്റെ അല്ല അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതേ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാനിടയാകട്ടെ. വിശ്വാസികളെ, ഈ ശാസനകൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൻ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിനും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ കൂദാശയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മുടെ മരിച്ചുപോരെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ വിനത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവരുമാക്കി തീർക്കണമേ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മളും നേരുന്നു. ഇവിടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി തുടർന്നും പ്രാർത്ഥിക്കാം. കാരണം നല്ലൊരു കുടുംബമായി ഇവിടെ രണ്ടുപേരുടെയും നല്ല കുടുംബങ്ങളാണ്. ആ ഒരു പാരമ്പര്യത്തിൽ, ഒരു ആത്മീയമായ അനുഭവത്തിൽ, ദൈവികമായ ചൈതന്യത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നയിച്ച് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇപ്പോൾ വധുവരന്മാർ ഇടവകയുടെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. സാക്ഷികളായ മുമ്പിൽ നിന്ന ആളുകളും മുമ്പോട്ട് വരിക, അവരും ഒപ്പുവയ്ക്കുന്നു. നമ്മൾ പള്ളിയുടെ വടക്കേ വാതിൽ വഴിയാണ് പ്രവേശിച്ചതിൻ്റെയൊക്കെ ചെരുപ്പുകൾ അവിടെയാണ്. പക്ഷേ നമ്മൾ ഇറങ്ങുന്നത് പടിഞ്ഞാറേ വാതിൽ വഴിയാണ്. നിങ്ങൾ ഇറങ്ങി വടക്കേ വാതിലിൻ്റെ അടുത്തേക്ക് വരാന്തയിലൂടെ പോയി ചെരുപ്പിട്ടുകൊണ്ട് സ്വസ്ഥമായി നമ്മുടെ ഹോളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം ശ്രദ്ധിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുക. ഇന്നത്തെ ഈ വിവാഹ കൂദാശയിൽ സഹകാർമ്മികരായി ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സിനുവച്ചനും സാവിയവച്ചനും കൊച്ചനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൂരെ തുറന്ന് ഇവിടെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ കൊയറിന് ബിനുവിനും ജോസ്മോനും പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവിധമായ നന്ദിയും എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു.
ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ.
Amen.